പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലത്തിൻ്റെ ബാക്കി. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ 7 പ്രോബ്ലംസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ 8ാമത്തെ പ്രോബ്ലം മുതലാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോയിലും നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഉപയോഗിച്ച 4 സ്റ്റെപ്പ് പ്രൊസീജിയർ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായി ആദ്യം വായിച്ച് മനസ്സിലാക്കണം. ഇതിന് ശേഷം മാത്രമേ ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. ഒന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കിയ ശേഷം ഈ പ്രോബ്ലം എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട്ബുക്കിലോ റഫ് പേപ്പറിലോ ചെയ്ത് നോക്കിയിരിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് സംശയം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇവിടെയും കർവ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. കർവ് ക്യൂബാണ് തന്നിട്ടുണ്ട്. രണ്ടാമത് റെപ്രസെന്റ് ദ വാല്യൂസ് യൂസിങ് നൊട്ടേഷൻ. തന്നിരിക്കുന്ന വാല്യൂ എല്ലാം നമ്മൾ നോക്കി. അതിന് മുമ്പ് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കണം. ഹൗ ഫാസ്റ്റ് ഈസ് വോളിയം ഓഫ് ദ ക്യൂബ് ഈസ് ഇൻക്രീസിങ്. ഇപ്പോൾ വോളിയത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്ത് വെക്കുന്നു. വോളിയം ആയതുകൊണ്ട് വി എന്ന് കൊടുക്കുന്നു. ഡി വി ബൈ ഡി എന്താ നമുക്ക് അറിയത്തില്ല. വിത്ത് റെസ്പെക്ട് ചെയ്യേണ്ട വേരിയബിൾ ഇപ്പം അറിയത്തില്ല. അതുകൊണ്ട് അത് അവിടെ നിന്നോട്ടെ. കണ്ടുപിടിക്കേണ്ടത് നോട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വേറെ കഴിഞ്ഞ 6 പ്രോബ്ലത്തിൽ ചെയ്തതുപോലെയല്ല. 7ാമത്തെ പ്രോബ്ലം മുതൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ വേരിയബിൾ ഏതാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട വേരിയബിൾ ഏതാണെന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എളുപ്പമാർഗം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം. ഇവിടെ ഒരു 3 cm/s എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്. ആ വാല്യൂന്റെ പേര് എന്താണ്, അതിന് ഏത് നൊട്ടേഷനാണ് കൊടുക്കേണ്ടതെന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കുക. ക്യൂബ് ഓഫ് ആൻ എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ്. എഡ്ജിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് പറഞ്ഞിരിക്കുന്നത്. എഡ്ജിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്, ക്യൂബിന്റെ എഡ്ജിനെ നമ്മൾ ഏത് വേരിയബിൾ വെച്ച് എടുക്കാം? എക്സ് വെച്ചാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് എഡ്ജുകൾ എടുക്കുന്നത്. അതുകൊണ്ട് എക്സ് ആണെന്ന് ഓർത്താൽ മതി. ഡി എക്സ് ബൈ ഇവിടെ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഏതാണെന്നാണ് മനസ്സിലാക്കുക? യൂണിറ്റ് വെച്ച് നോക്കി മനസ്സിലാക്കണം. പെർ ടൈം 99% ടൈം തന്നെയായിരിക്കും. തന്നിട്ടില്ലെങ്കിൽ ഇവിടെ പെർ സെക്കൻഡ് ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ട് ഇതും വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരിക്കും. ഇപ്പൊ തന്ന വാല്യൂസ് നോക്കി അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാല്യൂ ക്വസ്റ്റ്യനിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി dx/dt നമ്മളിപ്പോൾ എഴുതിയ പോലെ എഴുതാം. അങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി അങ്ങനെ എഴുതാൻ നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണിത്. ഇതിന്റെ യൂണിറ്റ് മാത്രം നോക്കി നമുക്ക് ഈ വാല്യൂ ഏതാണെന്ന് പറയാൻ പറ്റും. നമ്മൾ കർവ് ഓൾറെഡി നോക്കി വെക്കുന്നുണ്ട്. കർവ് നോക്കി വെച്ചു. കർവിന്, അതായത് ഇവിടെ ക്യൂബാണ്, ഇത് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് ആണ്. സെന്റിമീറ്റർ യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലെങ്ത് ബ്രെഡ്ത്ത് ഇതെല്ലാം, ലെങ്ത് ബ്രെഡ്ത്തിന്റെ എല്ലാം യൂണിറ്റ് സെന്റിമീറ്റർ ആയിരിക്കും. ഏരിയ വന്നാൽ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. വോളിയം വന്നാൽ സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഇങ്ങനെ യൂണിറ്റ് നോക്കി നമുക്ക് ഏത് റെപ്രസെന്റേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വായിച്ച് നോക്കി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവര് യൂണിറ്റ് നോക്കി റെപ്രസെന്റ്, സെന്റിമീറ്ററോ മീറ്ററോ, ഇതെല്ലാം സെന്റിമീറ്ററിലാണെങ്കിൽ സെന്റിമീറ്റർ, ചില കേസുകളിൽ മീറ്ററിലായിരിക്കും തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ യൂണിറ്റ് നോക്കി നമുക്ക് ഈ തന്നിരിക്കുന്ന വേരിയബിൾ ഏതാണെന്ന് തിരിയും. ഇവിടെ ക്യൂബിന്റെ എഡ്ജാണ് നമുക്ക് നേരിട്ട് വായിച്ച് മനസ്സിലാക്കാം. കൂടാതെ ഇവിടെ സെന്റിമീറ്റർ എന്നുള്ള മാത്രം 1 ഡയമെൻഷനൽ ആണല്ലോ. അതുകൊണ്ട് സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ ലെങ്ത്തിനാണ് അല്ലെ ബ്രെഡ്ത്തിനാണ്. ഇവിടെ ക്യൂബിന്റെ എഡ്ജ്, അതിന് നമ്മൾ എഡ്ജാന്ന് മനസ്സിലാക്കി. എഡ്ജിന് നമ്മൾ എക്സ് എന്ന നൊട്ടേഷൻ കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള നൊട്ടേഷൻ കൊടുക്കാം. നമ്മൾ ഇനിയും വരുന്ന എല്ലാ പ്രോബ്ലത്തിലും കോമൺ ആയിട്ട് ഒരു യൂണിഫോമിറ്റി ഉണ്ടാകാൻ വേണ്ടി മാത്രം എഡ്ജുകൾ വന്നാൽ എക്സ് എന്ന നൊട്ടേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ഈ വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാം. അല്ലെങ്കിൽ യൂണിറ്റ് മാത്രം നോക്കി വേണേലും ഈ റെപ്രസെന്റേഷൻ എഴുതാം. ഇനി ഏതെങ്കിലും വാല്യൂസ് ഇതിനകത്ത് തന്നിട്ടുണ്ടോ എന്ന് വായിച്ചു നോക്കുക. ഇവിടെ ഒരു 10 സെന്റിമീറ്റർ എന്നൊരു വാല്യൂ കൂടെ കാണുന്നുണ്ട്. അപ്പൊ അതിനും കൂടെ നമ്മൾ നൊട്ടേഷൻ കൊടുക്കണം. 10 സെന്റിമീറ്റർ ലോങ്, അതും സെന്റിമീറ്റർ മാത്രമാണ്. അതിന് പെർ സെക്കൻഡ് ഇല്ല. ദാറ്റ് മീൻസ് അത് ഡെറിവേറ്റീവ് അല്ല, ഒരു മെഷർ മാത്രമാണ്. അതുകൊണ്ട് എഡ്ജ് ഈസ് 10 സെന്റിമീറ്റർ ലോങ്. എഡ്ജിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എഡ്ജിനെ നമ്മൾ എക്സ് എന്ന് ഇവിടെ റെപ്രസെന്റ് ചെയ്താൽ ഇവിടെ എടുക്കുമ്പോൾ എക്സ് എന്ന് തന്നെ റെപ്രസെന്റ് ചെയ്യണം. എക്സ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ.
അപ്പോൾ നമ്മൾ ആ യൂണിറ്റ് നോക്കി തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. കർവും ഐഡന്റിഫൈ ചെയ്തു, തന്നിരിക്കുന്ന വാല്യൂസിനെല്ലാം റെപ്രസെന്റ് ചെയ്തു. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിലെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് തെറ്റാതിരിക്കുകയും ബാക്കി സ്റ്റെപ്പുകൾ, ഈ 4 സ്റ്റെപ്പിന്റെ മെത്തേഡ് ഓർമ്മയുണ്ടാവുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായ ഫോർമുല എഴുതാൻ പോവാണ്. ഫോർമുലയും കൂടെ നമ്മൾ ഇതിനോട് തന്നെ എപ്പോഴും എഴുതി വെക്കും, കാരണം നമുക്ക് സ്പേസ് ലാഭിക്കാൻ വേണ്ടി. ഇവിടെ ഫോർമുല ആരുടെയാണ്? ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുന്നത് വോളിയത്തിന്റെ ആണ്, നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വോളിയത്തിന്റെ ഫോർമുലയാണ് വേണ്ടത്. വോളിയത്തിന്റെ ക്യൂബിന്റെ വോളിയം ഫോർമുല നിർബന്ധമായും അറിയണം. എഡ്ജ് നമ്മൾ എക്സ് എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് എ ക്യൂബ് ഈസ് എക്സ് ക്യൂബ്. ഇവിടെ എടുക്കുന്ന അതേ വേരിയബിൾ തന്നെ വേണം ഇവിടെ ഫോർമുലയ്ക്കകത്തും ഉപയോഗിക്കാൻ. അപ്പോൾ വോളിയം ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. നമുക്കിത് അറിയാവുന്നത് കൊണ്ടാണ് ഇത് എഴുതാൻ പറ്റിയത് കേട്ടോ. മൂന്നാമത്തേത് ഡെറിവേറ്റീവ്, അതായത് നമ്മൾ ഇത് കണ്ടുപിടിക്കണം. ഈ വോളിയത്തിന്റെ ഫോർമുലേനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഡി വി ബൈ ഡി ടി കണ്ടുപിടിക്കുക. അപ്പോൾ ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വിയുടെ വോളിയം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് എക്സ് ക്യൂബ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ്. ആദ്യം ക്യൂബിന്റെ ഡെറിവേറ്റീവ് എഴുതണം. 3 ഇൻറ്റു ഫോർമുല നമുക്കറിയാം, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എഴുതണം. എക്സിന്റെ ഡെറിവേറ്റീവ് ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ്, therefore dx by dt. ഇപ്പൊ ഇതിന്റെ പ്രത്യേകതയും പ്രാധാന്യം ഒക്കെ ഓൾറെഡി കുറെ പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ വീണ്ടും ഒന്നും കൂടെ പോയി നോക്കിയിട്ട് വരണം. ഇപ്പൊ നമ്മുടെ ഡിഫറൻഷിയേഷനും കഴിഞ്ഞു, മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നാലാമത്തെ സ്റ്റെപ്പിലെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. തന്നിരിക്കുന്നതിൽ എന്തെല്ലാം വാല്യൂസ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഡി വി ബൈ ഡി ടി തന്നതെല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഡി വി ബൈ ഡി ടി ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് ആൻസർ ഒരു നമ്പർ വേണം കിട്ടാൻ. എക്സിന്റെ വാല്യൂ സ്ക്വയർ അത് കൊടുത്തു. ഡി എക്സ് ബൈ ഡി ടി അതും തന്നിട്ടുണ്ട്. ഇവിടെ 3 തന്നിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ തെറ്റാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 900. വോളിയം ഓഫ് എ ക്യൂബ് ആയതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് വരും. ആൻസർ 900. വളരെ ഈസി ആയിട്ട് നമ്മളത് സോൾവ് ചെയ്തു. 4 സ്റ്റെപ്പിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ചെയ്തു. ക്വസ്റ്റ്യൻ നന്നായിട്ട് ആദ്യം വായിച്ചു നോക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ തുടങ്ങാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യും. ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്, ക്വസ്റ്റ്യൻ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കുക. അതൊന്നും ഞാനിവിടെ ഇതിൻ്റെ കൂടെ പറയുന്നില്ല. ഞാൻ ആ സ്റ്റെപ്പ് പ്രൊസീജിയർ വെച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയ ശേഷം വേണം ആ പ്രൊസീജിയറിൽ പോകാൻ. ഇവിടെ ഒന്നാമത്തെ സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനകത്തുള്ള സ്റ്റെപ്പുകളും കൂടെ നമുക്ക് തിരിയുള്ളൂ. അതുകൊണ്ട് ശരിക്കും വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഫസ്റ്റ് കർവ് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കർവ് എന്ന് പറയുന്നത് സർക്കിൾസ് ആണ്. സർക്കിൾ എന്ന കർവിനെ പറ്റി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത് നമ്മൾ കർവിനെ ഐഡന്റിഫൈ ചെയ്തെടുത്തു. ഇനി അതിന്റെ കൂടെ ബാക്കിയായിട്ട് തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കണം. ഹൗ ഫാസ്റ്റ് ക്വസ്റ്റ്യനിലെ വരുന്ന ഭാഗം നോക്കി വെക്കണം. അപ്പൊ അതിന് ഹൗ ഫാസ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ ഫാസ്റ്റ് ഈസ് എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസിങ്. അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ്. ദാറ്റ് ഈസ് DA ബൈ വിത്ത് റെസ്പെക്ട് എന്താണെന്നുള്ളത് നമുക്ക് ഇനി നോക്കി മനസ്സിലാക്കേണ്ടി വരും. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കാം. വിത്ത് റെസ്പെക്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വിത്ത് റെസ്പെക്ട് പ്രത്യേകിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് യൂണിറ്റ് നോക്കി മനസ്സിലാക്കും. അപ്പൊ DA ബൈ D മിക്കവാറും T തന്നെ ആയിരിക്കും. T അല്ലെങ്കിൽ നമുക്ക് മാറ്റി കൊടുത്താൽ മതി. ഇപ്പൊ തൽക്കാലം നമ്മൾ T ഇട്ട് വെച്ചു. ബാക്കി വാല്യൂസ് എല്ലാം നൊട്ടേഷൻ വെച്ച് എഴുതാൻ പോവാണ്. ബാക്കി തന്നിരിക്കുന്ന എവിടെയെങ്കിലും വാല്യൂ കാണുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിക്കോണം. ഏതെങ്കിലും വാല്യൂ കണ്ടാൽ ഇവിടെ ഒരു 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിർത്തി ആ വാല്യൂ റെപ്രസെന്റ് ചെയ്യുവാണ്. 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ് അത് എന്താന്നുള്ള കാര്യം ഇനി റെപ്രസെന്റ് ചെയ്യണം. ഇവിടെ സർക്കിൾ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ 2 രീതിയിൽ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെ രണ്ടാമത്തെ രീതിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ രീതി നോക്കി വായിച്ച് എഴുതാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്തു. അതാണ് നല്ലത്, ഏറ്റവും നല്ലത്. ഇനി രണ്ടാമത്തെ രീതിയിലാണ്, പക്ഷെ ഞാൻ പറഞ്ഞു പോകുന്നത് മാത്രം. ഇവിടെ സർക്കിൾ ആണ്. സർക്കിളിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ്. അപ്പം ലെങ്ത്തിന്റെ ആണ്. സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏകദേശം ക്വസ്റ്റ്യനുകൾ നോക്കണം കേട്ടോ. സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ലെങ്ത് എന്ന് പറയുന്നത്
അതിൻ്റെ റേഡിയസ് ആണ്. അതുകൊണ്ട് ഇത് എന്തായിരിക്കും? പെർ സെക്കൻഡ് എന്നാണ്. അപ്പോൾ ഡെറിവേറ്റീവ് ആണ്. ഇപ്പോൾ ഡെറിവേറ്റീവിൻ്റെ റേഡിയസിൻ്റെ ഡെറിവേറ്റീവ് ആണ് തന്നെ പെർ സെക്കൻഡ്. അപ്പോൾ dr/, അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുത്തു. ക്വസ്റ്റ്യൻ വായിച്ചാലേ തന്നെ നമുക്ക് മനസ്സിലാവും ഡെറിവേറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് ആണ്. വേഴ്സ് മൂവ്സ് ഇൻ സർക്കിൾസ് എന്ന് പറയുകയാണ്. അപ്പോൾ സർക്കിൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇങ്ങനെ ഇൻക്രീസ് പോകണമെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ റേഡിയസ് ആണ്. അങ്ങനെ നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു വാല്യൂ കിട്ടി, നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്തു. ഇനി അടുത്തത് അറ്റ് ദ മൊമെന്റ് റേഡിയസ് ഓഫ് സർക്കുലർ വേവ് ഈസ് 8 സെന്റിമീറ്റർ. റേഡിയസ് ഓഫ് സർക്കുലർ വേവ് റേഡിയസ് ആണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. 8 സെന്റിമീറ്റർ. സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് റേഡിയസിന്റെ ആണ്. ഡെറിവേറ്റീവ് ഇല്ല. ഡെറിവേറ്റീവിന്റെ വെച്ച് ഇതിൻ്റെ കൂടെ വരും പറഞ്ഞല്ലോ. അപ്പൊ തന്നിരിക്കുന്ന വാല്യൂസിന് വേറെ ഒന്നും തന്നിട്ടില്ല. നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് റെപ്രസെന്റ് ചെയ്തു. വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ട് ഇവിടെ എഴുതിയത് ശരിയായിരുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ വളരെ വിജയകരമായി പൂർത്തിയാക്കി. ഇനി നമുക്ക് എഴുതേണ്ടത് സെക്കൻഡ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലയാണ്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഏരിയയുടെ ഫോർമുലയാണല്ലോ. ഏരിയയാണ്. അപ്പൊ ഏരിയയുടെ ഫോർമുല ആരുടെ ഏരിയ വേണം കണ്ടുപിടിക്കാൻ? കർവിൻ്റെത്. കർവ് എന്ന് പറയുന്നത് സർക്കിൾ ആയതുകൊണ്ട് ഏരിയ നമുക്കറിയാം πr². അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ക്ലിയർ ചെയ്താൽ പിന്നെ അങ്ങോട്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ സ്റ്റെപ്പ് തെറ്റരുത്. രണ്ട് നമ്മൾ അറിയണം. തെറ്റരുതെന്നല്ല, രണ്ടിന്റെ ഫോർമുല നമ്മൾ അറിയണം. 3 ഡിഫറൻസിയേഷൻ ആണ്. അത് പഠിച്ചവർക്കെല്ലാം അറിയാം. സിമ്പിൾ ഡിഫറൻസിയേഷൻ മാത്രമേ ഉള്ളൂ. dA/dt ആണ് നമുക്ക് കാണേണ്ടത്. dA/dt കാണാൻ വേണ്ടി d/aയുടെ ഫോർമുല ഇവിടെ കൊടുക്കുക. πr² വിത്ത് റെസ്പെക്ട് ടു t ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ വേരിയബിളും കോൺസ്റ്റന്റും ഉണ്ട്. കോൺസ്റ്റന്റ് എടുത്ത് പുറത്തോട്ട് ഇട്ടു, പൈ ഇട്ടു. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് r² ആണ്, അതായത് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 ടൈംസ് ദാറ്റ് വേരിയബിൾ ആണ് ഇൻറ്റു ആറിന്റെ ഡെറിവേറ്റീവ്. ഈ ആറിന്റെ ഡെറിവേറ്റീവ് എഴുതാൻ മറന്നാൽ മുഴുവൻ പോകും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. dr/dt ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഞാൻ ഇതിലൂടെ തന്നെ ഞാൻ എഴുതി കൊടുക്കുവാണ്. ഞാൻ താഴോട്ട് എഴുതിയ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ വരാതിരുന്നെങ്കിൽ. നാലാമത്തെ സ്റ്റെപ്പ് ഡിഫറൻസിയേഷൻ, മൂന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തന്നിരിക്കുന്ന വാല്യൂസ്, ഇവിടെ വാല്യൂസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം കൂടി തന്നിരിക്കുന്ന വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ 2π ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും ഇൻറ്റു dr/dt വാല്യൂ തന്നിട്ടുണ്ടാവും. അവിടെ തന്ന വാല്യൂ എല്ലാം നമുക്ക് ഇവിടെ വേണ്ടി വരും. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ആൻസർ 80π. ഏരിയ ആയതുകൊണ്ട് cm²/സെക്കൻഡ്. റേറ്റ് ഓഫ് ചേഞ്ച് ആയതുകൊണ്ട് പെർ സെക്കൻഡ്. വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. പക്ഷെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. ചിലപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാകാത്ത പോലെ തോന്നും. അതിന്റെ ആവശ്യമേ ഇല്ല. പറഞ്ഞ നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ഈ വാല്യൂവിന് നൊട്ടേഷൻ കൊടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം. ഈ നൊട്ടേഷനാണ് തെറ്റാതിരിക്കേണ്ടത്. ഈ നൊട്ടേഷൻ 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഏത് രീതി വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ യൂണിറ്റ് വെച്ച് നേരിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വായിച്ചു നോക്കി കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 10. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെയും ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക ആദ്യം. അതിനുശേഷം നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ ചെയ്തു തുടങ്ങുവാണ്. ഒന്നാമത്തത് കർവ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ കർവ് എന്ന് പറയുന്നത് സർക്കിളാണ്. അപ്പോൾ മാർക്ക് ചെയ്ത് വെക്കുക. രണ്ടാമത് തന്നിരിക്കുന്ന വാല്യൂസിനെ എല്ലാം നൊട്ടേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുക. റേഡിയസ് ഓഫ് എ സർക്കിൾ അറ്റ് ദ റേറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ റേഡിയസ് ഓഫ് സർക്കിൾ ഈസ് ഇൻക്രീസിങ്. ഞാൻ ഇൻക്രീസിംഗിലേക്ക് ചിഹ്നമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ ഫുള്ളായിട്ട് എഴുതണം. ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 0.7 cm/s. നമുക്കൊരു വാല്യൂ ഇവിടെ കിട്ടി. നേരെ ആദ്യം മുതൽ വായിച്ച് എഴുതി തുടങ്ങിയാലും മതി, നൊട്ടേഷൻ വെച്ച് എഴുതിയിട്ട്. അപ്പോൾ 0.7 cm/s എന്ന വാല്യൂ കിട്ടി. അതിന്റെ റെപ്രസെന്റേഷൻ നൊട്ടേഷൻ എഴുതണം. സർക്കിളാണ്, യൂണിറ്റ് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. സർക്കിളിന്റെ റേഡിയസ് ഓഫ് സർക്കിൾ ഈസ് തന്നെ ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെർ സെക്കൻഡ് ആണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ എഴുതി. വാട്ട് ഈസ് ദ, ഇനി ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ഇൻക്രീസ് വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഇറ്റ്സ് സർക്കംഫറൻസ്. നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്. റേറ്റ് എന്നുള്ള വാക്ക് ക്വസ്റ്റ്യനിൽ കണ്ടോ?
അത് ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച്, റേറ്റ് ഓഫ് ഇൻക്രീസ്, റേറ്റ് ഓഫ് ഡിക്രീസ്, ഈ ടേംസ് ആണ് നമ്മുടെ ഈ ഫസ്റ്റ് ടോപ്പിക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ അത് കൃത്യമായി വായിച്ചു നോക്കുക. എന്നിട്ട് റേറ്റ് ഓഫ് ചേഞ്ച്, റേറ്റ് ഓഫ് ഇൻക്രീസ്, റേറ്റ് ഓഫ് ഡിക്രീസ് ഇങ്ങനത്തെ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഈ 4 സ്റ്റെപ്പ് പ്രൊസീജിയർ അങ്ങ് ഫോളോ ചെയ്താൽ മതി. വേറെ ഇതിനെപ്പറ്റി നിങ്ങൾ ബോധേഡാവണ്ട, ഇത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സർക്കംഫറൻസ് ആണ് വേണ്ടത്. സർക്കംഫറൻസിനെ നമ്മൾ സി എന്ന ലെറ്റർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു ടൈം ആണല്ലോ ഇവിടെ. വിത്ത് റെസ്പെക്ട് ടു ടൈം ഇത് കണ്ടുപിടിക്കണം, സർക്കിളിന്റെ സർക്കംഫറൻസ്. പിന്നെ തന്ന വാല്യൂ വേറെ വല്ലതും ഉണ്ടോ നോക്കുക. ഇൻക്രീസ് ഓഫ് ഇറ്റ് സർക്കംഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വേറെ വാല്യൂ ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നിരിക്കുന്ന വാല്യൂസിനെ എല്ലാം റെപ്രസെന്റ് ചെയ്ത് കർവിനെ ഐഡന്റിഫൈ ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് വളരെ വിജയകരമായി പൂർത്തിയാക്കി. ഒരു സംശയവും ഇതിനകത്ത് ബാക്കിയില്ല. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫോർമുല എന്നുള്ള സ്റ്റെപ്പാണ്. ഫോർമുല എന്ന് പറഞ്ഞാൽ ഇവിടെ ആരുടെ ഫോർമുലയാണ് വേണ്ടത്? ആരുടെയാണ്? സർക്കംഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. സർക്കിൾ ആണ് കർവ്. സർക്കിളിന്റെ സർക്കംഫറൻസ്, സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ സി ഈസ് ഈക്വൽ ടു, ഫോർമുല നിങ്ങൾക്കറിയാം, circumference of a circle is, and circle in the perimeter. Perimeter is 2 pi r. And circumference in the formula എഴുതി. ഫോർമുല അറിയത്തില്ലാത്ത ടേബിൾ നോക്കി ഒന്നും കൂടെ പഠിച്ചോണം. ഈ ഫോർമുല തെറ്റി അറിയില്ലെങ്കിൽ നമുക്ക് പിന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ് ഡെറിവേറ്റീവ് കാണണം. ഡി സി ബൈ ഡി ടി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡെറിവേറ്റീവ് ഡി സി ബൈ ഡി ടി. ഫോർമുല നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ഡി ഇൻറ്റു 2 pi r ഡി ടി. ഇതിന്റെ ഡെറിവേറ്റീവ് 2 pi എന്നുള്ളത് കോൺസ്റ്റന്റ് പുറത്തിട്ടു. പിന്നെ ആറിന്റെ ഡെറിവേറ്റീവ്, വേരിയബിൾ മാത്രമേ ഉള്ളൂ. ആറിന്റെ ഡെറിവേറ്റീവ് ഡി ആർ ബൈ ഡി ടി. ഈ ഡി ആർ ബൈ ഡി ടി എഴുതാൻ മറന്നു പോയൊക്കെ എഴുതുക. ഇവിടെ 1 എന്ന് കൊണ്ട് ഇട്ടാൽ മുഴുവൻ ആൻസറും തെറ്റി. ആർ വേരിയബിളിനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയിൽ വേരിയബിളിനെ കൂടി കൃത്യമായി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നും ഡെറിവേറ്റീവ് ഇല്ല. ഡി ആർ ബൈ ഡി ടി അത് എഴുതി കഴിഞ്ഞാൽ അതോടെ ഡിഫറൻസിയേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ ഇതിനോട് തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നാലാമത്തെ സ്റ്റെപ്പിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അങ്ങ് പോക്കോട്ടെ. 2 pi അതിന്റെ വാല്യൂ ഒന്നും അറിയാനില്ല. ഡി ആർ ബൈ ഡി ടി, ഡി ആർ ബൈ ഡി ടിയുടെ വാല്യൂ ഗിവൺ വാല്യൂസിന്റെ കൂടെ ഉണ്ട്. ഗിവൺ വാല്യൂസ് നമ്മളോട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 0.7 സെന്റിമീറ്റർ പെർ സെക്കൻഡ്, അത് എഴുതണമെന്നില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.4 pi. ആൻസർ അതാണ് നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്, നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇത്ര സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളതാകാനാണ് സാധ്യത. ഇപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ചു നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അങ്ങനെയുള്ള ടേമോ, റേറ്റ് ഓഫ് ഇൻക്രീസ്, റേറ്റ് ഓഫ് ഡിക്രീസ്, റേറ്റ് എന്ന ടേം അടക്കം വരുന്ന ഏത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും അത് നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ടോപ്പിക്ക് നമ്മൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും. ടോപ്പിക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ 4 സ്റ്റെപ്പ് പ്രൊസീജിയറിൽ തന്നെ നമുക്ക് ഫോളോ ചെയ്താൽ മതി. നമുക്ക് കൃത്യമായ ആൻസറിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെയും നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായി ആദ്യം വായിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ ആ പ്രൊസീജിയറിലേക്ക് കടക്കുവാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് കർവ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഞാൻ ഇനി മുതൽ സ്റ്റെപ്പ് ഇവിടെ എഴുതി കാണിക്കുന്നില്ല, കുറേ ക്വസ്റ്റ്യനിൽ കാണിച്ചത് കൊണ്ട് ഇനി നിങ്ങൾ തന്നെ മനസ്സിൽ പറഞ്ഞാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് കർവ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പിന്നെ നൊട്ടേഷൻസ് വെച്ച് വാല്യൂസ്, തന്ന വാല്യൂ എല്ലാം നൊട്ടേഷൻ വെച്ച് എഴുതുന്നു. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കർവ് എന്നുള്ളത് ഏതാണ്? റെക്റ്റാങ്കിൾ ആണ്. കർവ് ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ തന്ന വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം റെപ്രസെന്റ് ചെയ്യാം. ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 5 സെന്റിമീറ്റർ. ഇവിടെ ഒരു ഡിക്രീസിങ് എന്നുള്ളൊരു ടേം ഉണ്ട്, അതിനെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തോണം, അതിന് കാരണമുണ്ട്. അപ്പൊ നമ്മൾ ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 5 സെന്റിമീറ്റർ പെർ മിനിറ്റ്. ഒന്നാമത് തന്ന വാല്യൂ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം മുതൽ തന്നെ വായിച്ചങ്ങ് തുടങ്ങിക്കോ. അക്രമത്തിൽ അങ്ങ് എഴുതി പോവുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പൊ 5 സെന്റിമീറ്റർ പെർ മിനിറ്റ് ആണ് ഇവിടെ യൂണിറ്റ് കേട്ടോ. മിനിറ്റ് എന്നും ടൈമിന്റെ യൂണിറ്റ് തന്നെയാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഡിക്രീസിങ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുക കേട്ടോ. ലെങ്ത് ഓഫ് റെക്ടാംഗിൾ ഈസ് ഡിക്രീസിങ്. ഡിക്രീസിങ് എന്ന് എപ്പം കണ്ടാലും ആ വാല്യൂവിന്റെ കൂടെ എന്ത് ചേർത്തിരിക്കണം? ഒരു മൈനസ് ചേർത്തിരിക്കണം. ആ ഡിക്രീസിങ്ങിന്റെ, ഇൻക്രീസിങ്ങിന് പോസിറ്റീവ്, പോസിറ്റീവ് നമുക്ക് ചിഹ്നം ഇവിടെ ഉണ്ടല്ലോ. ഡിക്രീസിങ് വന്നാൽ മൈനസ് ചേർക്കുക. അത് തെറ്റ്, മറക്കരുത്. അപ്പൊ ഇതിന്റെ റെപ്രസെന്റേഷൻ എഴുതണം. ഇവിടെ നമുക്ക് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. 2 രീതിയിൽ ഈ റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കാൻ വന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ലെങ്ത് ഓഫ് റെക്ടാംഗിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് ഓഫ് റെക്ടാംഗിൾ ഇവിടെ ക്വസ്റ്റ്യനിൽ
അതിന് ലെങ്ത്തിന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേര് തന്നെ നമ്മൾ ആൻസറിലും യൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ എക്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇനി സാധാരണ എക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ അതിന് ഏതെങ്കിലും പ്രത്യേക പേര്, ഇനി ക്വസ്റ്റ്യനിൽ അത് എ എന്നാണ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ എ എന്ന നൊട്ടേഷൻ തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ എക്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ലെങ്ത് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലെങ്ത് ആണിത്. റേറ്റ് ഓഫ് ഡിക്രീസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് കൊടുത്തു. അതിന്റെ റെപ്രസെന്റേഷൻ അപ്പൊ എന്ത് വരും? ലെങ്ത്തിന് നമ്മൾ എക്സ് എന്നാണ് വേരിയബിൾ ആയിട്ട് എടുക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലെങ്ത് എക്സ് വിത്ത് റെസ്പെക്ട് ടു മിനിറ്റ്, ടൈം ആണ്. വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ തന്നെ കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടെ കൊടുക്കേണ്ട വേരിയബിൾ ഏതാണെന്നുള്ളത് എല്ലാം നമ്മൾ തീരുമാനിക്കണം. ലെങ്ത് ഒക്കെ വരുവാണെങ്കിൽ എക്സ് എടുക്കും, റേഡിയസ് ആണെങ്കിൽ ആർ എടുക്കും. ബാക്കിയുള്ള നൊട്ടേഷൻസ് എല്ലാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ. നമുക്ക് ഇഷ്ടമുള്ള നൊട്ടേഷൻ എടുക്കാം. നമ്മൾ യൂണിഫോം ആയിട്ട് പോകുന്നതാണ് നല്ലത്. ഇപ്പൊ നമ്മൾ അത് റെപ്രസെന്റ് ചെയ്തു. ആൻഡ് വിത്ത് വൈ ഈസ്, വിത്തിന്റെ കാര്യം വൈ എന്ന് വേരിയബിൾ തന്നിട്ടുണ്ട്. വൈ ഈസ് ഇൻക്രീസിങ് ആണത് അറ്റ് ദ റേറ്റ് ഓഫ് 4 സെന്റിമീറ്റർ. അപ്പൊ രണ്ടാമത് തന്ന വാല്യൂ 4 സെന്റി ഇൻക്രീസ് ആണ്. അപ്പൊ പോസിറ്റീവ് ചിഹ്നം, കുഴപ്പമില്ല. 4 സെന്റിമീറ്റർ പെർ മിനിറ്റ്. അപ്പൊ ഇതിനെ നമ്മൾ ഏത് നൊട്ടേഷൻ വെച്ച് കൊടുക്കണം? പെർ മിനിറ്റ് ആണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ ആണ്. ദാറ്റ് മീൻസ് dy by dt. dy by dt ഈക്വൽ ടു 4 സെന്റിമീറ്റർ പെർ മിനിറ്റ്. ഇത് എഴുതിയതിൽ സംശയമില്ലല്ലോ. ഇപ്പൊ രണ്ട് വാല്യൂ തന്നത് രണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. വെൻ എക്സ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ ഇനിയും തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. നേരിട്ട് നമുക്ക് റെപ്രസെന്റേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണ്ട, നേരിട്ട് അവർ തന്നു. y ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. എല്ലാത്തിന്റെയും യൂണിറ്റ് സെയിം ആണോ നോക്കണം. ഇത് സെന്റിമീറ്റർ, ഇത് സെന്റിമീറ്റർ ആണ്. ഒരു പ്രശ്നമില്ല. യൂണിറ്റ് ഏതെങ്കിലും മാറി കിടപ്പുണ്ടെങ്കിൽ എല്ലാം യൂണിഫോം ആക്കിയിട്ടേ ചെയ്യാവുള്ളൂ. ഇനി ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഏതാണ്? ക്വസ്റ്റ്യൻ എ, ക്വസ്റ്റ്യൻ ബി. അപ്പൊ നമ്മൾ എ ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടും എല്ലാവർക്കും കൂടെ കോമൺ ആണ്. ഇനി നമ്മൾ എയുടെ ആൻസർ ആദ്യം ചെയ്യും. എയുടെ ആൻസർ എ. ഫൈൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, ദാറ്റ് ഈസ് ഡി ബൈ, ഇവിടെയാണ് ഞാൻ എഴുതിയത് കേട്ടോ, ഡി ബൈ പെരിമീറ്ററിനെ നമ്മൾ പി എന്നാണ് റെപ്രസെന്റ് ചെയ്യാൻ സാധാരണ ഉപയോഗിക്കുന്നത്. പെരിമീറ്റർ പി എന്ന് ഉപയോഗിക്കുന്നു. ഫൈൻഡ് ഡി ബൈ ഡി ടി. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ആണ് കാണേണ്ടത്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ നൊട്ടേഷൻ നമ്മൾ കഴിഞ്ഞു. ഫസ്റ്റ് ഇനി ബി നമുക്ക് കാണണം, ഏരിയയാണ്. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യം പെരിമീറ്റർ കണ്ടുപിടിക്കുക. പെരിമീറ്റർ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. തന്നിരിക്കുന്ന വാല്യൂസിനെ മുഴുവനും നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പായ എന്തായിരുന്നു? രണ്ടാമത്തെ സ്റ്റെപ്പ് ഫോർമുല. ആരുടെ ഫോർമുല വേണം ഇവിടെ? ഫോർമുല ഓഫ് പെരിമീറ്റർ. ഇവിടെ പെരിമീറ്ററിന്റെ ഫോർമുല എഴുതുക. ഫോർമുല, പെരിമീറ്ററിന്റെ ഫോർമുല റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിളിന്റെ ലെങ്ത് എക്സും ബ്രെഡ്ത്ത് വൈയും എന്നും തന്നിട്ടുണ്ട്. അപ്പൊ പെരിമീറ്ററിന്റെ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്നുള്ളത് 4 സൈഡിന്റെയും കൂടെ സമ്മ്. അപ്പൊ 2 ടൈംസ് എക്സ് പ്ലസ് വൈ എന്ന് വന്നു. പെരിമീറ്ററിന്റെ ഫോർമുല അറിയത്തില്ലാത്തവർ പഠിച്ചോണം. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒന്നാമത്തെ സ്റ്റെപ്പ് എല്ലാം റെപ്രസെന്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫോർമുല എഴുതി. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? ഞാൻ ഇവിടെ നിന്ന് ലൈൻ ഇട്ട് തിരിക്കുന്നുണ്ട്, എല്ലാം കൂടെ മിക്സ് ആകാതിരിക്കാൻ വേണ്ടി മാത്രം തിരിച്ചതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? ഡെറിവേറ്റീവ് ഡി പി ബൈ ഡി ടി കാണുന്നു. Therefore, dp by dt is equal to, differentiate here, derivative of p, 2 times x plus 2 times y with respect to t, that is equal to, ഇപ്പോൾ ഇത് സമ്മാണ്. സമ്മിന്റെ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. സമ്മിന്റെ ഡെറിവേറ്റീവ് കാണാൻ ഓരോ ടേമിന്റെയും ഡെറിവേറ്റീവ് ആണ്. ആദ്യം ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് 2xന്റെ ഡെറിവേറ്റീവ്. 2xന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2 കോൺസ്റ്റന്റ് പുറത്തിട്ടു. എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? dx ബൈ വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ്. അതുകൊണ്ട് dx ബൈ dt പ്ലസ് ഒന്നാമത്തെ ടേമിന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇനി പ്ലസ് രണ്ടാമത്തെ ടേമിന്റെ 2y-യുടെ 2 കോൺസ്റ്റന്റ് പുറത്തിട്ടു. y-യുടെ ഡെറിവേറ്റീവ്, y എന്ന വേരിയബിളിന്റെ ഡെറിവേറ്റീവ് dy വിത്ത് റെസ്പെക്ട് ടു ടി. ഇപ്പൊ ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇനി ഡെറിവേറ്റീവ് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പേ നമുക്കുള്ളൂ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ. തന്ന വാല്യൂസ് എല്ലാം കൂടെ പറക്കിയിടുക. ഇപ്പൊ 2 ഇൻറ്റു ഈ ഡെറിവേറ്റീവിനകത്തോട്ടാണ് ഇടേണ്ടത്. അതിന് കണ്ടിന്യൂവേഷൻ ആയിട്ട് എഴുതിയാൽ മതി. 2 ഇൻറ്റു dx ബൈ dt അത് തന്നിട്ടുണ്ടാവും. -5 ആണ്. -5 വിട്ടില്ലെങ്കിൽ ആൻസർ തെറ്റും. പ്ലസ്
2 ഇൻറ്റു dy/dx അതും തന്നിട്ടുണ്ട് 4. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ അത് -10 + 8 ദാറ്റ് ഈസ് ആൻസർ -2 സെൻറ്റിമീറ്റർ പെർ. ഇവിടെ മിനിറ്റ് ആയതുകൊണ്ട് മിനിറ്റ് എന്ന് തന്നെ വരും. ഇതാണ് നമ്മുടെ എയുടെ ആൻസർ. അപ്പോൾ എയുടെ ആൻസർ ആദ്യം എഴുതിയെടുക്കുക. കണ്ട് മനസ്സിലാക്കിയ ശേഷം സ്വന്തമായി ചെയ്ത് കണ്ടുപിടിക്കുക. -2 ആൻസർ കിട്ടും. എയുടെ ആൻസർ കണ്ടുപിടിച്ച ശേഷം നമ്മൾ അതുപോലെ തന്നെ ബിയുടെ ആൻസർ ഫോളോ ചെയ്യും. ബിയുടെ ആൻസർ ചെയ്യും. എല്ലാവരും കൃത്യമായി തെറ്റാതെ എഴുതിയെടുക്കുക. ഇനി ബി, ക്വസ്റ്റ്യൻ നമ്പർ ബി. ക്വസ്റ്റ്യൻ ബി. ഇവിടെയും ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അതേപോലെ തന്നെ ഒന്നും കൂടെ ഫോളോ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഓടിച്ച് പറഞ്ഞാൽ മതിയല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ വായിക്കുന്നു. നൊട്ടേഷൻസ് എല്ലാം നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നൊട്ടേഷൻ എഴുതി കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ബി ക്വസ്റ്റ്യനിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയയാണ്. അപ്പോൾ അതിന്റെ നൊട്ടേഷൻ കൊടുക്കണം എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് DA/, വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ ഇവിടെ, DA/dt ആണ് ഇവിടെ കാണേണ്ടത് മാത്രം. ബിയിൽ ക്വസ്റ്റ്യൻ മാത്രമേ മാറ്റുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഫോർമുല ഓഫ് ഏരിയയുടെ ഫോർമുല എഴുതണം. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫുൾ വാല്യൂ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ DA/dt ആണ് കാണേണ്ടത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫോർമുല. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് ഏരിയ ആണ്. അപ്പോൾ ഏരിയയുടെ ഫോർമുല വേണം എഴുതാൻ. ഏരിയയുടെ ഫോർമുല, ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ. സൈഡ് തന്നിട്ടുണ്ട് എക്സും വൈയും. സൈഡ് എക്സും വൈയും ആണെങ്കിൽ റെക്ടാങ്കിളിന്റെ ഏരിയ എന്തായിരുന്നു? അത് മറന്നൊന്നും പോയൊക്കെ ഏതായാലും എക്സ് ഇൻറ്റു വൈ ആണ് നമുക്കറിയാം. ഇപ്പോൾ ഏരിയയുടെ ഫോർമുല എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡെറിവേറ്റീവിന്റെ സ്റ്റെപ്പാണ്. DA/dt. ഇപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. d/എയുടെ വാല്യൂ എക്സ് ഇൻറ്റു വൈ വിത്ത് റെസ്പെക്ട് ടു dt ഈക്വൽ ടു, ഇവിടെ ഒരു പ്രത്യേകത, എക്സും വൈയും രണ്ടും വേരിയബിൾ ആണ്. ഒന്ന് സൈഡും ഒന്ന് ലെങ്ത്തും ഒന്ന് വിഡ്ത്തും രണ്ടും വേരിയബിൾസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഏത് റൂൾ ഉപയോഗിക്കണം? പ്രൊഡക്റ്റ് റൂൾ. പ്രൊഡക്റ്റ് റൂൾ എന്താണെന്ന് നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ആദ്യം ഒന്നാമത്തെ ഡെറിവേറ്റീവ് എഴുതുക. എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ എന്ത് വരും? dx/dt. ഒന്നാമത്തെ ഡെറിവേറ്റീവ് ഇൻറ്റു രണ്ടാമത്തത്. ഒരു സമയത്ത് ഒന്നിന്റെ ഡെറിവേറ്റീവ്. രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു സമയത്ത് ഒരാളുടെ ഡെറിവേറ്റീവ് എടുക്കും. എഴുതി. ഇൻറ്റു ആയതുകൊണ്ട് പ്ലസ് ഇട്ടു. അപ്പോൾ നമ്മൾ ഓൾറെഡി എക്സിന്റെ ഡെറിവേറ്റീവ് എഴുതി. ഇനി നമുക്ക് വൈയുടെ ഡെറിവേറ്റീവ് ആണ് എഴുതേണ്ടത്. അപ്പോൾ എക്സ് അവിടെ എഴുതണം, മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു ഒരാളുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മറ്റേയാളെ അതേപോലെ എഴുതുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ എക്സിന്റെ ഡെറിവേറ്റീവ് എഴുതി, മറ്റേയാളെ അവിടെ എഴുതി. പ്ലസ് അടുത്തത് എക്സ് അവിടെ എഴുതി, ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ്. വളരെ സിമ്പിളാണ്. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ dy/dt. വൈയുടെ ഡെറിവേറ്റീവ് എഴുതി. ഇനി നമുക്ക് ഡെറിവേറ്റീവ് കാണുന്ന മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇവിടെ കൊടുക്കുവാണ്. dx/dtയുടെ വാല്യൂ ഇതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് നേരെ ഇങ്ങോട്ട് വൈയുടെ വാല്യൂ ഇവിടെയുണ്ട്. വൈയുടെ വാല്യൂ 6 ഇൻറ്റു dx/dtയുടെ വാല്യൂ -5 പ്ലസ് എക്സിന്റെ വാല്യൂ ഇവിടെ കിടപ്പുണ്ട് 8 dy/dt 4. അപ്പം -30 + 32 ഈക്വൽ ടു ആൻസർ 2 എന്ന് വരും. 2 ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. therefore മിനിറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലെ രണ്ടെണ്ണം തെറ്റാതെ ആദ്യം കണ്ട് മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ 12th ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ച ശേഷം റേറ്റ് ഓഫ് ചേഞ്ച് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് 1 by 1 ആയിട്ട് ചെയ്തു തുടങ്ങുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് കർവ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കും. ഇതിനകത്ത് കർവ് ഏതാണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നില്ലെങ്കിലും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എയർ ബബിൾ എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ എയർ ബബിളിൻ്റെ ഷേപ്പ് സ്പിയർ ആണ്. അപ്പോൾ കർവ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, സ്പിയർ. ബാക്കി വാല്യൂസ് എല്ലാം നൊട്ടേഷൻ വെച്ച് എഴുതണം. പിന്നെ തന്നിരിക്കുന്ന ഒരു 1/2 cm/s തന്നിട്ടുണ്ട്. അവിടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് റേഡിയസ് ഓഫ് ബബിൾ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് ആണ്. നമ്മൾ dr/dt ഈക്വൽ ടു 1/2 എന്ന് എഴുതി. പിന്നെ തന്നിരിക്കുന്ന ഒരു വാല്യൂ റേഡിയസ് ഈക്വൽ ടു 1 cm തന്നിട്ടുണ്ട്. പിന്നെ
ഫൈൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ആണ് കാണേണ്ടത്. അത് നമ്മൾ dv/dt. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതി, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് വോളിയത്തിന്റെ ഫോർമുല കണ്ടുപിടിക്കേണ്ട, വാല്യൂന്റെ ഫോർമുല, വിയുടെ ഫോർമുല. വോളിയം ഓഫ് സ്പിയർ ആണ് കർവ്. സ്പിയറിന്റെ ഫോർമുല, സ്പിയറിന്റെ വോളിയം 4/3 പൈ r ക്യൂബ്. രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്, വിയുടെ ഡെറിവേറ്റീവ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dv/dt ആണ്. അപ്പോൾ വിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4/3 പൈ, 4/3 പൈ കോൺസ്റ്റന്റ് ആണ്. r ക്യൂബ് റേഡിയസ് മാത്രമാണ് അതിനകത്ത് വേരിയബിൾ, ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പം നമ്മൾ കോൺസ്റ്റൻസും വേരിയബിളും കൂടെ ഒന്നിച്ച് വന്നാൽ കോൺസ്റ്റൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻസിനെ നമുക്ക് പുറത്തിടാം, വേരിയബിൾ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എഴുതണം. 3r² ആണ് നമുക്കറിയാം. ഇനി വേരിയബിളിന്റെ ഡെറിവേറ്റീവ്, ആറിന്റെ ഡെറിവേറ്റീവ് അത് എഴുതാൻ മറന്നു പോയേക്കരുത്. dr വിത്ത് റെസ്പെക്ട് ടു ടി ആണ്, dr/dt. ഡിഫറൻസിയേഷൻ കഴിഞ്ഞു. ഡിഫറൻസിയേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നാലാമത്തെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി 3 കൂടെ കട്ടായി പോയിക്കോളും. അത് കട്ടായി പോയി. ബാക്കി 4 പൈ ആറിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 1 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് ഇൻറ്റു 1 dr/dt. dr/dt വാല്യൂ ഹാഫ് എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര കിട്ടി? 2 പൈ. വോളിയം ആയതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. നമുക്ക് ഇത് വർക്കൗട്ട് എക്സാമ്പിളിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 5 ക്വസ്റ്റ്യനും ഹോംവർക്കാണ്. അത് ചെയ്യാൻ മറന്നു പോയേക്കരുത്. ടെക്സ്റ്റ് നോക്കി ചെയ്യുകയും ചെയ്തത് ക്വസ്റ്റ്യൻ എഴുതിയ ശേഷം സ്വന്തമായിട്ട് ചെയ്യണം. എങ്കിലേ നിങ്ങൾ ഈ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിക്കുകയുള്ളൂ. അതുകൂടാതെ 6.1 എക്സസൈസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 2 പാർട്ടുണ്ട്, എയും ബിയും. എ പാർട്ട് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, വീഡിയോയിൽ ചെയ്തതാണ്. ബി പാർട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അങ്ങനെ 6 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഉണ്ട്. 6 ക്വസ്റ്റ്യനും സ്വന്തമായിട്ട് ചെയ്ത് വെരിഫൈ ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ, അതായത് 13ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മൾ ഇതിലെ 2 ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യുമെന്ന്. ഓർക്കുന്നുണ്ടോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, നമ്മൾ ഫുഡിന്റെ എക്സാമ്പിൾ വെച്ചാൽ നമ്മൾ പറഞ്ഞതന്നേ ഉള്ളൂ. ഫുഡ് തന്നാൽ അത് വെച്ച് നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെയിറ്റ് കണ്ടുപിടിക്കാം. ആ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ അതാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫുഡ്, W is a function of F ആണെങ്കിൽ എഫിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് തന്നാൽ വെയിറ്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ചെയ്യുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്ത 12 പ്രോബ്ലംസ്. ഇനി നമ്മൾ നേരെ തിരിച്ചു വരുന്ന പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അതായത് വെയിറ്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് തന്നാൽ അതിൽ നിന്നും അതുപയോഗിച്ച് ഫുഡിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കേണ്ട മോഡൽ. ആ എക്സാമ്പിൾ തന്നെ ഞാൻ യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ മോഡൽ രണ്ടാമത്തെ ടൈപ്പാണ് ഇനി ചെയ്യേണ്ട 4 പ്രോബ്ലത്തിലും നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് കുറച്ചും കൂടി ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു വ്യത്യാസവുമില്ല. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന അതേ പ്രൊസീജിയറിൽ അതുപോലെ തന്നെ ചെയ്തു പോയാൽ മതി. തിരിച്ചുള്ള പ്രോബ്ലം ഇനി ഒരു 4 പ്രോബ്ലം കൂടെ ഉള്ളൂ നമുക്ക് ഈ സെക്ഷനിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിൽ ചെയ്യാൻ. എല്ലാവരും ഇതും വളരെ ശ്രദ്ധാപൂർവ്വം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ചെയ്യാൻ തുടങ്ങാവുള്ളൂ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്യുക. കിട്ടുന്നില്ല എങ്കിൽ ഒന്ന് വീഡിയോ ജസ്റ്റ് കണ്ട ശേഷം സ്വന്തമായിട്ട് അന്നേരം തന്നെ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കി പഠിച്ച് തറവാക്കണം. ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നിയാലും പിന്നീട് ഇതെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീടും ചെയ്ത് ശരിയാവണമെങ്കിൽ നിങ്ങൾ ഇപ്പം കണ്ട് ഇപ്പം തന്നെ സ്വന്തം ചെയ്ത് ഉറപ്പിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 4 സ്റ്റെപ്പ് ഞാൻ ഉറപ്പിച്ച് അത് യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ നിർബന്ധം പറയുന്നത്. ആ സ്റ്റെപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പം ചെയ്താലും ഇത് കൃത്യമായി തന്നെ ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ വർഷങ്ങളിലെ കുട്ടികൾ ക്ലാസ്സിൽ ചെയ്യുകയും പിന്നീട് അത് മറന്നു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിരമായ പതിവ് ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വരരുത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്റ്റെപ്പ് തന്നെ നിർബന്ധം പിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെയും നമ്മൾ രണ്ടാമത്തെ ടൈപ്പാന്ന് പറഞ്ഞിരുന്നു. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. നിങ്ങൾ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് മനസ്സിലാക്കി വെച്ചു. അതിനുശേഷം ബാക്കിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് കർവ് ഐഡന്റിഫൈ ചെയ്യുക. കർവ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫിഗർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക.
ഇവിടെ ബലൂൺ വിച്ച് ഓൾവേസ് റിമെയിൻ സ്പെറിക്കൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കർവ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, സ്പിയർ ആണ്. ഒന്നാമത്തെ സ്പിയർ ഐഡന്റിഫൈ ചെയ്തു. ഇനി ബാക്കി തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം നൊട്ടേഷൻ വെച്ച് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം മുതൽ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ നോക്കി വരികയാണ്. സ്പിയർ ബി ഇൻഫ്ലേറ്റഡ് ബൈ പമ്പിങ് ഇൻ, ഒരു ഏത് വാല്യൂ കണ്ടോ അവിടെ നിർത്തിക്കണം. ഇവിടെ നമ്മളൊരു വാല്യൂവിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 900 ക്യൂബിക് സെന്റിമീറ്റർ. ക്യൂബിക് സെന്റിമീറ്റർ മീൻസ് സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. നമ്മൾ വാല്യൂ അവിടെ എഴുതി, അതിന്റെ നൊട്ടേഷൻ ഇവിടെ കൊടുക്കണം. ഇങ്ങനെ വാല്യൂവിന്റെ നൊട്ടേഷൻ കണ്ടുപിടിക്കാനും നമ്മൾ ഒന്ന് നേരിട്ടുള്ള മെത്തേഡും ഒന്ന് യൂണിറ്റ് നോക്കി എഴുതുന്ന മെത്തേഡും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യൂണിറ്റ് നോക്കി എഴുതിയാൽ എളുപ്പമാണ്. നിങ്ങൾക്ക് നേരിട്ട് നോക്കുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. പക്ഷെ യൂണിറ്റ് നോക്കി എഴുതുവാണെങ്കിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഇതിന് നൊട്ടേഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ റേറ്റ് ഓഫ് പെർ സെക്കൻഡ് ആണ്, ഡെറിവേറ്റീവ് ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, സെന്റിമീറ്റർ ക്യൂബ് ആണ്. സെന്റിമീറ്റർ ക്യൂബ് ആയതുകൊണ്ട് ആരുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആയിരിക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, സെന്റിമീറ്റർ ക്യൂബിക് മീറ്റർ വരുന്നത് ആർക്കാണ്? വോളിയം. സ്ക്വയർ വരുന്നത് സെന്റിമീറ്റർ സ്ക്വയർ വന്നാൽ അത് ഏരിയ, സെന്റിമീറ്റർ ക്യൂബ് വന്നാൽ അത് സെന്റിമീറ്റർ സ്ക്വയർ വന്നാൽ ഏരിയ, സെന്റിമീറ്റർ ക്യൂബ് വന്നാൽ വോളിയം. മറന്നുപോയവർക്ക് വേണ്ടിയാണ് ഒന്നും കൂടെ ഈ പറയുന്നത്. സെന്റിമീറ്റർ വന്നാൽ അത് ലെങ്തിനെ, റേഡിയസ്, സൈഡ് ഇങ്ങനെയുള്ള ലെങ്ത്തുകളെ സൂചിപ്പിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടെക്നിക്കുകൾ പറയുന്നത്. അത് ഓർത്ത് വെക്കുക. അപ്പൊ സെന്റിമീറ്റർ ക്യൂബ് ആണ്, പെർ സെക്കൻഡ് ആണ്, അപ്പൊ ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, നമുക്ക് കണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം പെർ ടൈം ആണ്. പെർ സെക്കൻഡ് ആയതുകൊണ്ട് പെർ ടൈം. ഇപ്പൊ ഒന്നാമത്തെ വാല്യൂവിനെ നമ്മൾ നൊട്ടേഷൻ വെച്ച് എഴുതി. ഇനിയും വാല്യൂസ് വേറെ ഉണ്ടോ നോക്കുക. അപ്പൊ ഒന്നാമത്തെ വാല്യൂവിനെ നമ്മൾ എഴുതി, ഗ്യാസ് പെർ സെക്കൻഡ്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് റേഡിയസ് ഓഫ് ബലൂൺ ഇൻക്രീസസ് വെൻ r ഈക്വൽ ടു 15 സെന്റിമീറ്റർ. റേഡിയസ് ഈസ് 15 ആണ്. ഞാനത് അവിടെ എഴുതാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് r ഈക്വൽ ടു 15 മാറ്റി എഴുതിയിരിക്കുന്നതാണ്. ക്വസ്റ്റ്യനിൽ റേഡിയസ് തന്നെയാണ് തന്നിരിക്കുന്നത്, r ഈക്വൽ ടു 15 സെന്റിമീറ്റർ. പിന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടില്ല. എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നും കൂടെ ആയാലേ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് നോക്കുക. എല്ലാത്തിലും ക്വസ്റ്റ്യൻ ആദ്യം ഐഡന്റിഫൈ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ട് എപ്പോഴും ചെയ്യുന്നത്. ഫൈൻഡ് റേറ്റ് അറ്റ് വിച്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേറ്റ് അറ്റ് വിച്ച് ദ റേഡിയസ്, ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ റേഡിയസ് ഓഫ് ബലൂൺ ഈസ് ഇൻക്രീസിംഗ്. അതായത് നമുക്ക് എന്താണ് ഇവിടെ കാണേണ്ടത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ്. റേഡിയസിനെ നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്നത് r കൊണ്ടാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇതാണ് നമുക്കിവിടെ കാണേണ്ടത്. വോളിയം തന്നു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം തന്നു, അതിൽ നിന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ്. രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ, രണ്ട് മോഡലിലെ രണ്ടാമത്തെ. ഇതുവരെ നമ്മൾ ചെയ്തത് ഒന്നാമത്തെ മോഡലാണ്. ഇതുവരെ dr/dt ആണ് തന്നുകൊണ്ടിരുന്നത്, ആ മോഡലാണ് തന്നത്. അത് വെച്ച് വോളിയം കണ്ടു. ഇനി മുതൽ ഉള്ള ക്വസ്റ്റ്യൻസിൽ എല്ലാത്തിലും തന്നെ തിരിച്ചു തരും. അപ്പൊ ഇത് വെച്ച് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് സാധാരണ നമ്മുടെ സ്റ്റെപ്പ് തന്നെ മതി. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. കർവ് ഐഡന്റിഫൈ ചെയ്തു, വന്ന വാല്യൂസിനെ എല്ലാം ഡിനോട്ട് ചെയ്തു, കണ്ടുപിടിക്കേണ്ടതിനെ എഴുതി. ഡെറിവേറ്റീവ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് ആയതുകൊണ്ട് dr/dt കാണാൻ എഴുതി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നിയേക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോർമുലയാണ്. എന്തിന്റെ ഫോർമുല? ഇതുവരെ നമ്മൾ എന്തിന്റെയാണോ റേറ്റ് ഓഫ് ചേഞ്ച് കാണേണ്ടത് അതിന്റെ ഫോർമുലയാണ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഓർത്താൽ മതി, വോളിയം ആണോ, ഏരിയ ആണോ, പെരിമീറ്റർ ആണോ, എന്താണോ നമുക്ക് നിലവിൽ ഉള്ളത് അതിന്റെ ഫോർമുലയാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ വോളിയത്തിന്റെ ഫോർമുലയിലേ തന്നിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കണം, അത് അവിടെ നിന്നോട്ടെ, സാരമില്ല. ഇവിടെ വോളിയമാണ് ഉള്ളത്. റൈറ്റ് ദ ഫോർമുല ഓഫ് ഏരിയ, വോളിയം, പെരിമീറ്റർ, ഇങ്ങനെയുള്ളവരുടെ ഫോർമുലയാണ് എഴുതേണ്ടത്. അപ്പോൾ വോളിയത്തിന്റെ ഫോർമുല, വോളിയമാണ് ഇവിടെ ഉള്ള നിലവിലുള്ള ആള്. അതുകൊണ്ട് റൈറ്റ് ദ ഫോർമുല എഴുതേണ്ടത് വോളിയത്തിന്റെ ആണ്. റേഡിയസിന്റെ ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതിന്റെ ആണെന്ന് നിർബന്ധം പിടിക്കരുത്. ഇത് തിരിച്ചുള്ള പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. എഴുതേണ്ടത് എപ്പോഴും വോളിയം ആണോ, ഏരിയ ആണോ, പെരിമീറ്റർ ആണോ, എന്താണോ നിലവിലുള്ള അവിടെയുള്ള ആ വസ്തു അതിന്റെയാണ് എഴുതേണ്ടത്. ഇവിടെ വോളിയമാണ്. therefore വോളിയം ഈക്വൽ ടു സ്പിയർ ആണ് വോളിയം. സ്പിയറിന്റെ വോളിയം നമ്മൾ പല പ്രാവശ്യം കണ്ടു, 4/3 പൈ r³. ഇപ്പൊ ഫോർമുല എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ ഈ മോഡലിൽ ക്വസ്റ്റ്യനിൽ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഡെറിവേറ്റീവ് കാണുന്ന സ്റ്റെപ്പാണ്. അപ്പം ഡെറിവേറ്റീവ് കാണേണ്ടത് ആരുടെയാണോ ഫോർമുല എഴുതിയ അയാളുടെ ഡെറിവേറ്റീവ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോർമുല. ഇവിടെ ഫോർമുല v യുടെ ആണ്.
അതുകൊണ്ട് ബിയുടെ ഡെറിവേറ്റീവ് വേണം കാണാൻ. ഇതവിടെ നിന്നോട്ടെ, അതിനെപ്പറ്റി നിങ്ങൾ ബോധേടാവണ്ട. നമ്മൾ നമ്മുടെ 4 സ്റ്റെപ്പ് സാധാ പോലെ തന്നെ കണ്ടുപോകും. ഇവിടെ വോളിയം ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് വോളിയത്തിന്റെ ഫോർമുല രണ്ടാമത്തെ സ്റ്റെപ്പിൽ എഴുതി. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എഴുതിയ ഫോർമുലേനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. നമ്മൾ എന്തുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം? ഡി വി ബൈ വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ ഇവിടെ കിടക്കുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്യണം. ഡി വി ബൈ ഡി ടി, ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് 4/3 പൈ ആർ ക്യൂബ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി കോൺസ്റ്റന്റുകൾ എല്ലായിടത്തും പുറത്തിടുന്നു. വേരിയബിളിന്റെ കൂടെ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്ത് വന്നാൽ നമുക്ക് ആ കോൺസ്റ്റന്റ് പുറത്താക്കാം. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളെങ്കിൽ അത് 0 ആയി പോകും. വേരിയബിളിന്റെ കൂടെ വരുന്ന കോൺസ്റ്റന്റ്സിനെ പുറത്തിടുക. അത് പുറത്തിട്ടു. പിന്നെ ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ്, ആദ്യം നമ്മൾ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എഴുതും. 3r² ഇൻറ്റു ആറിന്റെ ഡെറിവേറ്റീവ് എഴുതണം. ആറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dr/dt. നമ്മൾ കുറെ പ്രോബ്ലത്തിൽ കണ്ടതാണ് dr/dt. മൂന്നാമത്തെ സ്റ്റെപ്പ് ഡെറിവേറ്റീവിന്റെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനെ കട്ട് ചെയ്ത് കളയാം. നമുക്ക് കിട്ടിയത് എന്താണെന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതുവാണ്. dv/dt ഈക്വൽ ടു, ഈ 3 കൂടെ കട്ടായി പോയി, 4πr² dr/dt. മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ വൃത്തിക്ക് എടുത്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നാലാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്പ്. അതുപോലെ തന്നെ ഫോളോ ചെയ്യുക, വേറെ ഒരു മാറ്റവും ഒരു വ്യത്യാസവും ഇതിനില്ല. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുവാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്തെല്ലാം വാല്യൂസ് തന്നിട്ടുണ്ടോ അത് മുഴുവനും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്, സ്റ്റെപ്പ് 3, തേർഡ് സ്റ്റെപ്പ് ഇതാണ്. ഈ തേർഡ് സ്റ്റെപ്പിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കിട്ടിയ വാല്യൂസ് മുഴുവനും തേർഡ് സ്റ്റെപ്പിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ ഇവിടുത്തെ തേർഡ് സ്റ്റെപ്പ് ഇതാണ്. ഇതിനകത്ത് തന്നിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം. ഇപ്പൊ dv/dt നോക്കുക, dv/dt വാല്യൂ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ തേർഡ് സ്റ്റെപ്പിലേക്ക് dv/dt വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. dv/dt ഇതാണ് തേർഡ് സ്റ്റെപ്പ്. ഇതിനകത്തോട്ട് dv/dt ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ 900 വരും. 4π ഇൻറ്റു ആറിന്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dr/dt വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല, അത് അവിടെ വെച്ചോളുക. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതാണ്. അതുകൊണ്ട് അത് അതുപോലെ തന്നെ നമ്മൾ അവിടെ വെക്കും. ഇപ്പൊ dv/dt വാല്യൂ നമ്മൾ ഇങ്ങോട്ട് ഇതിന് ഇക്വേഷൻ 1 എന്നൊന്ന് പേര് കൊടുത്തു. ഇനി ഇക്വേഷൻ 1 ഇംപ്ലൈസ് അതിനകത്തോട്ടാണ് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നാലാമത്തെ സ്റ്റെപ്പ്. ഇപ്പൊ dv/dt വാല്യൂ 900 എന്ന് കിട്ടി. 900 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു 4π കൊടുത്തു. r² വാല്യൂ 225 അത് കൊടുത്തു. ഇൻറ്റു dr/dt, അത് അറിയത്തില്ല, അത് കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണ്. അപ്പൊ dr/dt അവിടെ കണ്ടുനോട്ടെ. dr/dt ഇനി എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dr/dt ആണ്. അപ്പൊ സാധാരണ നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ വരുമ്പോൾ എന്ത് ചെയ്യും? അത് മാത്രം ഒരു സൈഡിൽ വെക്കും. dr/dt മാത്രം ഒരു സൈഡിൽ വെക്കുക, കണ്ടുപിടിക്കേണ്ട വാല്യൂ മാത്രം ഒരു സൈഡിൽ വെക്കുക, ബാക്കി വാല്യൂസ് എല്ലാം മറ്റേ സൈഡിലേക്ക് മാറ്റുക. അപ്പൊ 900/225, 4 × 225 എത്രയാണ്? 900 ആണ്, നമുക്കറിയാം. 900 പൈ അവരെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ സൈഡിലേക്ക് എടുത്തു. ഇത് മാത്രം ആ സൈഡിൽ വെച്ചു. അപ്പൊ ഇവിടെ കട്ട് ചെയ്ത് പോയി. ഇപ്പൊ നമുക്ക് എത്ര കിട്ടി? dr/dt എന്നുള്ള വാല്യൂ dr/dt ഈക്വൽ ടു 1/π എന്ന് കിട്ടി. റേഡിയസ് ആണ്, അപ്പൊ ഡയമെൻഷൻ വന്നേ ഉള്ളൂ. cm/s എന്ന് കിട്ടി. ഇതും രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രണ്ടാമത്തെ ടൈപ്പ് ആണെങ്കിലും ശരി, ഒന്നാമത്തെ ടൈപ്പ് ആണെങ്കിലും ശരി, നമ്മുടെ പ്രൊസീജിയർ വെച്ച് അങ്ങ് ചെയ്തു പോയാൽ മതി. അപ്പൊ ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ടൈപ്പിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇത് ഒന്നും കൂടെ പറയുകയാണ്. ഇതുവരെ ഒന്നാമത്തെ ടൈപ്പിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആളുടെ ഫോർമുലയാണ് ഇവിടെ എഴുതിക്കൊണ്ടിരുന്നത്. രണ്ടാമത്തെ ടൈപ്പ് വരുമ്പോൾ കണ്ടുപിടിക്കേണ്ടവരുടെ അല്ല, വോളിയം ആണോ ഏരിയ. എപ്പോഴും ഫോർമുല എഴുതേണ്ടത് വോളിയം, ഏരിയ, പെരിമീറ്റർ ഇവരുടെ ആരുടെയെങ്കിലും ആയിരിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യനിലുള്ളത് വോളിയം ആണോ, പെരിമീറ്റർ ആണോ, ഏരിയ ആണോ നോക്കുക. ആ അവരുടെ ഫോർമുലയാണ് എഴുതാം. ഇവിടെ വോളിയത്തിൻ്റെതായിരുന്നു ഈ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്നത്. അപ്പൊ വോളിയത്തിന്റെ ഫോർമുല എഴുതി. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫോർമുല എഴുതി. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ വാല്യൂസ് എഴുതി, സെക്കൻഡ് സ്റ്റെപ്പിൽ ഫോർമുല എഴുതി, മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇത് ഡിഫറൻഷിയേഷൻ മൂന്നാമത്തെ സ്റ്റെപ്പ്.
ഡിഫറൻഷിയേറ്റ് ചെയ്തു. നാലാമത്തെ സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫോർത്ത് സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ 4 സ്റ്റെപ്പായിട്ട് ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇതാണ് ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇത് മനസ്സിലാക്കിയ ശേഷം സ്വന്തമായിട്ട് ഇപ്പം തന്നെ പേപ്പർ ചെയ്ത് നോക്ക്. എന്നിട്ടേ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ.